Welcome back to Plus 2 Physics, Chapter 6 Electromagnetic Induction. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാരഡെ ഹെൻറി എക്സ്പീരിമെൻറ്റ്സ് ആണ് പഠിച്ചത്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ദയവായി ഈ ക്ലാസ് കൂടരുത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. രണ്ട് എക്സ്പീരിമെൻറ്റുകളാണ് നമ്മൾ പഠിച്ചത്. കോയിൽ മാഗ്നറ്റ് എക്സ്പീരിമെൻറ്റും കോയിൽ എക്സ്പീരിമെൻറ്റും. ഈ എക്സ്പീരിമെൻറ്റുകളിൽ നിന്ന് മൈക്കിൾ ഫാരഡെ രണ്ട് നിയമങ്ങൾ ആവിഷ്കരിച്ചു. അവയാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇത് കൂടാതെ ഹെൻറിച്ച് ലെൻസ് എന്ന ഫിസിസ്റ്റ് ഒരു നിയമം കൂടി ചേർത്തു. അങ്ങനെ മൈക്കിൾ ഫാരഡെയുടെ രണ്ട് ലോസും ലെൻസിൻ്റെ ഒരു ലോയും ചേർന്ന് മൂന്ന് നിയമങ്ങളുണ്ടായി. ഇവ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് അറിയപ്പെടുന്നു. അപ്പം ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ മൂന്ന് ലോയാണ് ഉള്ളത്. ഫാരഡെയുടെ രണ്ട് ലോ ഉണ്ട്, അതുപോലെ ലെൻസിൻ്റെ ഒരു ലോയും ഉണ്ട്. ഇനി നമുക്ക് എന്താണ് ഈ ലോസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കൺസിസ്റ്റ് ഓഫ് ത്രീ ലോസ്. ഫാരഡേസ് ഫസ്റ്റ് ലോ which describes the EMF in a conductor. ഫാരഡേസ് ഫസ്റ്റ് ലോ കണ്ടക്ടറിൽ എങ്ങനെയാണ് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ഒരു കണ്ടക്ടറിൽ എങ്ങനെ EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ EMF ഉണ്ടാകുന്നു, അതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ആ EMFൻ്റെ അളവ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്തൊക്കെ കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. മൂന്നാമത്തെ ലോ ലെൻസസ് ലോയാണ്. ഇത് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷനാണ് വിശദീകരിക്കുന്നത്. ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷനാണ് ഈ ലെൻസസ് ലോ നൽകുന്നത്. അപ്പോൾ മൂന്ന് ലോയാണുള്ളത്. ഫാരഡേസ് ഫസ്റ്റ് ലോ അത് EMF എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കുന്നു. സെക്കൻഡ് ലോയിൽ ഉണ്ടാകുന്ന EMFൻ്റെ അളവ് എന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ ലോ ലെൻസസ് ലോയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനെയാണ് ഈ ലോ സൂചിപ്പിക്കുന്നത്. ഫാരഡേസ് ഫസ്റ്റ് ലോ നമുക്ക് നോക്കാം. Whenever the magnetic flux linked with a circuit changes, an EMF is induced in the circuit. This EMF lasts so long as the change in magnetic flux lasts. ഒരു സർക്യൂട്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ സർക്യൂട്ടിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്നും ഈ EMF മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് ഉള്ളിടത്തോളം സമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുമാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതായത് ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ ആ സർക്യൂട്ടിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സർക്യൂട്ടിൽ എത്ര സമയത്തേക്ക് ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു, ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് എത്ര സമയം നിലനിൽക്കുന്നോ അത്രയും സമയം മാത്രമേ EMFും ലാസ്റ്റ് ചെയ്യപ്പെടുള്ളൂ എന്നാണ് ഫസ്റ്റ് ലോയിൽ പറയുന്നത്. ഫാരഡേസ് സെക്കൻഡ് ലോ നമുക്ക് നോക്കാം. The magnitude of induced EMF is equal to the rate of change of magnetic flux linked with that circuit. അതായത് ടൈം റേറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ദ ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് ഇവിടെ പറയുന്നത്. DT എന്ന ഒരു സ്മോൾ ടൈം ഇൻ്റർവലിൽ നമുക്ക് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് d5 ആണെങ്കിൽ ആ സമയത്ത് DT എന്ന് പറയുന്ന ഒരു സ്മോൾ ടൈം ഇൻ്റർവൽ, DT എന്ന് പറയുന്നത് നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫൈ എന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം d5 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് DT എന്ന് പറയുന്ന സമയത്ത് ചേഞ്ച് ഉണ്ടാകുന്നു. അതായത് DT എന്ന് പറയുന്ന ഒരു സ്മോൾ ടൈം ഇൻ്റർവലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് അത് എത്രയാണോ ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവിനെയാണ് d5 എന്നിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ DT എന്ന സ്മോൾ ടൈം ഇൻ്റർവലിൽ ചേഞ്ച് സംഭവിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് d5 ആണെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF E is equal to നമുക്ക് ഇങ്ങനെ എഴുതാം, d5/dt എന്ന് എഴുതാം. അതായത് സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ടൈം റേറ്റിന് ഈക്വൽ ആയിരിക്കും. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ടൈം റേറ്റ് അതാണ് d5/dt എന്ന് പറയുന്നത്. അതിന് ഈക്വലാണ് ഈ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത്. ഇനി കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചാൽ ഇൻഡ്യൂസ്ഡ് EMF കൂടും. അതായത് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF E is equal to d5/dt ആണ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാകും, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ അളവ് കൂടും. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് മാഗ്നറ്റ് അല്ലെങ്കിൽ കോയിൽ വേഗത്തിൽ ചലിപ്പിച്ചാൽ ഗാൽവനോമീറ്ററിന് റിഫ്ലക്ഷൻ കൂടും. ഫാസ്റ്റ് ആയിട്ട് ഒന്നുകിൽ മാഗ്നറ്റോ അല്ലെങ്കിൽ കോയിലോ മൂവ് ചെയ്താൽ
എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാകുന്ന ആ ഡിഫ്ലക്ഷൻ കൂടുമെന്ന് പറയും. ഡിഫ്ലക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് EMF കൂടുകയാണ്. അതായത് മാഗ്നറ്റ് അല്ലെങ്കിൽ കോയിൽ വേഗത്തിൽ ചലിപ്പിച്ചാൽ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ കൂടും. ഇതിന്റെ കാരണം ഇതാണ്, വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ ടൈം കുറയും. അതായത് വേഗത്തിൽ ചലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ്? ടൈം കുറയുകയാണ്. അപ്പോൾ ടൈം കുറയുമ്പോൾ അതായത് DT സ്മോൾ ആകും. DT സ്മോൾ ആകുമ്പോൾ d∅/dt, അതായത് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ, അതായത് DT എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫാക്ടർ. ടൈം എന്ന് പറയുന്നത് കുറയുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? ഇൻഡ്യൂസ് EMF ഇൻക്രീസ് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ ടൈം കുറയും, അതായത് DT സ്മോൾ ആകും. therefore E is equal to d∅/dt എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. DT കുറയുന്നതനുസരിച്ച് ഇൻഡ്യൂസ് EMF ഇൻക്രീസ് ചെയ്യും. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒന്ന്, d∅ വാല്യൂ കൂട്ടിയാൽ ഇൻഡ്യൂസ് EMF കൂടും. അപ്പോൾ ഇൻഡ്യൂസ് EMF കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒന്ന്, മാഗ്നറ്റിക് ഫ്ലക്സ്, അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എണ്ണം കൂടി. കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് സർക്യൂട്ടുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഡ്യൂസ് EMF ഇൻക്രീസ് ചെയ്യും. അതുപോലെ എത്ര വേഗത്തിൽ ഫ്ലക്സ് ചേഞ്ച് സാധിക്കുന്നോ അതനുസരിച്ച് EMF വർദ്ധിക്കും. അപ്പോൾ ഫ്ലക്സ് ചേഞ്ചിന്റെ വേഗത വർദ്ധിപ്പിച്ചാലും ഇൻഡ്യൂസ്ഡ് EMF വർദ്ധിക്കും. ഇനി ഇവിടെ പറയാത്തൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു കോയിലിന്റെ കേസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. EMF E is equal to d∅/dt എന്ന് പറയുന്നത്. ഇവിടെ n ടേൺസ് ഉള്ള, n ചുറ്റുകളുള്ള ഒരു കോയിലാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പെരിമെന്റിൻ്റെ അകത്ത് പറഞ്ഞതാണ്, പല ചുറ്റുകളുള്ള ഒരു കോയിലിൻ്റെ അകത്തേക്കാണ് നമ്മൾ മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോയിലിൽ മൊത്തം n ടേൺസ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ N ടേൺസ് ആണ് ആ കോയിലുള്ളതെങ്കിൽ, ഇൻഡ്യൂസ് EMF E is equal to n into d∅/dt. ഒരു കോയിലാണെങ്കിൽ, ഒരു ടേൺ ആണെങ്കിലാണ് E is equal to d∅/dt എന്ന് കിട്ടുന്നത്. ഈ കോയിലിൽ n ടേൺസ് ഉണ്ടെങ്കിൽ E is equal to n into d∅/dt. നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു d∅/dt എന്നായിരിക്കും നമുക്ക് ഇൻഡ്യൂസ് EMF കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അക്കാര്യം തന്നിട്ടില്ല, അതുകൂടി ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. കോയിലിൽ n ടേൺസ് ഉണ്ടെങ്കിൽ ഇൻഡ്യൂസ് EMF E is equal to n into d∅/dt ആയിരിക്കും. ഇനി എന്താണ് ലെൻസസ് ലോ എന്ന് നമുക്ക് നോക്കാം. The direction of induced EMF is such as to oppose the cause producing the change of flux. ഇത് അടുത്ത പോർഷനിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറയുന്നു. The direction of induced EMF, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന് കാരണമായിരിക്കുന്ന ആ ചേഞ്ച്, മാഗ്നറ്റിക് ഫ്ലക്സിന് കാരണമായിരിക്കുന്നത് എന്താണോ അതിന് ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF E is equal to നമുക്ക് ഇപ്പം നമുക്ക് കിട്ടിയിരുന്ന ഇക്വേഷൻ d∅/dt എന്നാണ്, മൈനസ് d∅/dt എന്നാണ്. ഇൻഡ്യൂസ്ഡ് EMF E is equal to മൈനസ് d∅/dt എന്ന് നമുക്ക് എഴുതാം. ഇൻഡ്യൂസ്ഡ് EMF is opposes the change, always opposes the change in flux. Negative sign shows that induced EMF is opposing the magnetic flux. ഇവിടെ ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇൻഡ്യൂസ് EMF മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ന് അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫാരഡേ സെക്കൻഡ് ലോയിൽ പറഞ്ഞ എക്സ്പ്രഷൻ തന്നെയാണ് E is equal to d∅/dt. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടി വരുന്നു. ലെൻസസ് ലോയിൽ അതിൻ്റെ ഡയറക്ഷൻ ഒപ്പോസ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് എന്ന് കാണിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ തന്നിരിക്കുന്നത്. ഇത് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിരിക്കും. ഇനി ലെൻസസ് ലോ ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ ഈ പറഞ്ഞ 3 ലോയിൽ എനർജി, കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നത് ലെൻസസ് ലോയാണ്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാം, ഫാരഡേസ് ലോസിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഏത് നിയമമാണ് കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെൻസസ് ലോ എങ്ങനെയാണ് കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞും പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഒരു കോയിലിനുള്ളിലേക്ക് ബാർ മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോയിലിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു കോയിലിനുള്ളിലേക്ക് ബാർ മാഗ്നറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴോ നമുക്ക് പറഞ്ഞു അതിൻ്റെ അകത്തൊരു കറണ്ട് ഫ്ലോ ഉണ്ട്, അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഒരു കോയിലിനുള്ളിലേക്ക് ഒരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എക്സ്പെരിമെൻ്റ് ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ പറഞ്ഞ കോയിലിനുള്ളിലേക്ക് ഒരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക.
അങ്ങനെയെങ്കിൽ ആ കോയിലിൽ ഉണ്ട് ആ ഭാഗത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഭാഗത്ത് ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ഒരു കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ കോയിൽ ഉണ്ടാകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് പോൾ എന്ന് പറയുന്നത് നോർത്ത് പോളായിരിക്കും. അപ്പം നമ്മൾ നോർത്ത് പോൾ ഒരു കോയിലിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കോയിലിൻ്റെ ആ ഫേസിൽ ഉണ്ടാകുന്നത് ഒരു നോർത്ത് പോളാരിറ്റി ആയിരിക്കും. അപ്പം നോർത്ത് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോയിലിൻ്റെ ആ ഫേസിൽ നോർത്ത് പോളാരിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോർത്ത് പോളാണ്, കോയിലിൽ ഉണ്ടാകുന്നത് നോർത്ത് പോളാണ്. അപ്പം രണ്ട് നോർത്ത് പോൾ ആയതുകൊണ്ട് അത് സെയിം പോൾസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു റിപ്പൾഷൻ ഉണ്ടാകും. ഈ നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യപ്പെടും. ആദ്യം ഉണ്ടായിരുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ കറണ്ട് ഫ്ലോ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പം മാഗ്നറ്റിനെ കോയിലിനുള്ളിലേക്ക് കടത്തണമെങ്കിൽ അപ്പോൾ ഇത് റിപ്പൽ ചെയ്യും. മാഗ്നറ്റ് കോയിലിനുള്ളിലേക്ക് കടത്താതെ എന്ത് സംഭവിക്കും? ഈ കോയിലിൻ്റെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് നോർത്ത് പോള് ഈ കോയിലിൻ്റെ നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യും. അപ്പം നമുക്ക് വേഗത്തിൽ ഈ കോയിലിനുള്ളിലേക്ക് ഇത് കടത്താൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? അവിടെ ഒരു റിപ്പൾഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോയിലിനുള്ളിലേക്ക് ഈ മാഗ്നറ്റ് കടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് വേണ്ടി വരും. ഒരു വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. ഈ മെക്കാനിക്കൽ വർക്ക് കൊടുക്കുന്നതിനനുസരിച്ചാണ് കോയിലിനുള്ളിലേക്ക് മാഗ്നറ്റ് കടക്കുന്നത്. അപ്പം ഈസി ആയിട്ട് ഇത് തനിയെ കടക്കത്തില്ല. കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ വർക്ക് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ വർക്ക് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഈ വർക്കിനനുസരിച്ചാണ് കോയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മെക്കാനിക്കൽ വർക്ക് കൊടുത്ത് ഈ മാഗ്നറ്റ് കോയിലിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നതാണ് മെക്കാനിക്കൽ വർക്ക് മെക്കാനിക്കൽ എനർജി, ഒന്നുകിൽ മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? കോയിലിലുണ്ടാകുന്ന കറണ്ടായിട്ട്, അതായത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ മാഗ്നറ്റ് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് ഉള്ളിലേക്ക് കടത്തുവാണ്. അപ്പോൾ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഉള്ളിലേക്ക് കടത്തുമ്പോൾ കോയിലിനും എന്തുണ്ടാവും എന്ന് പറഞ്ഞു? കോയിലിൻ്റെ ആ സൈഡിൽ നോർത്ത് പോൾ ഉണ്ടാവും. ഇത് മാഗ്നറ്റിനെ ഒപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ ഒപ്പോസ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞ കാര്യം. റിപ്പൽ ചെയ്യുന്നതിനാണ് നമ്മളിവിടെ ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റ് ഉള്ളിലേക്ക് കടത്താൻ, അതായത് ഈ മാഗ്നറ്റാണ് ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കാര്യം ഫോഴ്സ് എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മൾ മാഗ്നറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഗാൽവനോമീറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറി. അപ്പോൾ നമ്മൾ magnet remove ചെയ്യുന്ന സമയത്ത് when the magnet is removed from the coil the current is in the clockwise direction. നമ്മൾ പുറത്തേക്ക് മാഗ്നറ്റ് എടുക്കുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. ആദ്യം നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായി മാറി? ക്ലോക്ക് വൈസ് ഡയറക്ഷനായി മാറി. സോ അവിടെ എന്തുണ്ടാവും? ഒരു സൗത്ത് പോൾ ഉണ്ടാവും. അപ്പം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പോളാരിറ്റി എന്ന് പറയുന്നത് സൗത്ത് പോളാരിറ്റി ആയിരിക്കും. അപ്പം ഇനി നോക്കി നമ്മുടെ മാഗ്നറ്റിന്റെ പോൾ ഇരിക്കുന്ന അവിടെയുള്ള പോളെന്ന് പറയുന്നത് നോർത്ത് പോളാണ്. മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കടത്തുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന കോയിലിൽ ഉണ്ടായിരിക്കുന്ന ആ ഫേസിൽ ഉണ്ടായിരിക്കുന്ന പൊളാരിറ്റി എന്ന് പറയുന്നത് സൗത്ത് ആണ്. അപ്പോൾ ഈ മാഗ്നറ്റ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് അതിനെ ആകർഷിച്ച് നിർത്തും ഈ സൗത്ത് പോൾ. മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് പോകാതെ ആ കോയിലിലേക്ക് അതിനെ വലിച്ചടുപ്പിക്കുന്ന ഒരു ഫോഴ്സ് എന്ത് സംഭവിക്കും? സൗത്ത് പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. കോയിലിലെ സൗത്ത് പോൾ നമ്മുടെ മാഗ്നറ്റിന്റെ നോർത്ത് പോളിനെ അങ്ങോട്ട് ആകർഷിച്ച് നിർത്തും. അപ്പോഴും നമുക്ക് ഇതാണ് പ്രശ്നം, പുറത്തേക്ക് ഈസി ആയിട്ട് ഇതിനെ എടുക്കാൻ സാധിക്കത്തില്ല. അവിടെ എന്തുണ്ട്? നമ്മൾ പുറത്തേക്കുള്ള മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ അപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട്. തൽഫലമായി മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കാതെ വരും. ഈ കേസിലും ഒരു മെക്കാനിക്കൽ വർക്ക് വേണ്ടി വരും അത് പുറത്തേക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇതിന് പുറത്തേക്ക് അപ്പം മാഗ്നറ്റ് അതിനെ ആകർഷിച്ച് നിർത്തി, മാഗ്നറ്റിനെ കോയിൽ ആകർഷിച്ച് നിർത്തിയേക്കുവാണ്. അപ്പോൾ മാഗ്നറ്റ് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ മെക്കാനിക്കൽ വർക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെയും മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇവിടെയും മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറുന്നത്? അവിടെ കോയിലിലൂടെയുള്ള കറണ്ട് ഫ്ലോയ്ക്ക് കാരണമാകുന്നത്. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഈ രണ്ട് കേസിലും
നമ്മൾ പറഞ്ഞു കോയിൽ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സെയിം പോൾസ് നോർത്ത് പോൾ ആണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കോയിലിൻ്റെ ആ ഫേസിൽ നോർത്ത് പോൾ ഉണ്ടാകും, അത് തമ്മിൽ റിപ്പൽ ചെയ്യും, അകത്തേക്ക് കടത്താതെ അതിനെ റിപ്പൽ ചെയ്ത് മാറ്റി നിർത്തും. അപ്പോൾ നമുക്ക് ഇതിനെ അകത്തേക്ക് കടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ നമുക്ക് മെക്കാനിക്കൽ വർക്ക് കൊടുക്കണം. ഈ മെക്കാനിക്കൽ വർക്കിൻ്റെ ഫലമായിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്, കറണ്ട് ഫ്ലോ കോയിലുണ്ടാകുന്നത്. നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ്. പുറത്തേക്ക് എടുക്കുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാകും അല്ലെങ്കിൽ റിവേഴ്സ് ആകും. ആ സമയത്ത് എന്തുണ്ടാകും, അവിടെ ഒരു സൗത്ത് പോൾ ഉണ്ടാകും. അപ്പോൾ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ ഈ സൗത്ത് പോൾ അവിടെ ആകർഷിച്ച് നിർത്തും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമുക്കിതിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം, ഒരു എക്സ്റ്റേണൽ മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഈ മെക്കാനിക്കൽ എനർജിയാണ് അവിടെ എന്തായിട്ട് മാറുന്നത്, കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആയിട്ട് മാറുന്നത്. ഇവിടെയും മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. സോ നമുക്ക് ഇങ്ങനെ പറയാം, മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി വിച്ച് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. മാഗ്നറ്റ് ഉള്ളിലേക്ക് കടത്തുമ്പോൾ കോയിലിൽ ഒരു കറണ്ട് ഉണ്ടായി. അപ്പോൾ പുതുതായിട്ട് കറണ്ട് ഉണ്ടായതാണോ? അല്ല, നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നതാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. പിന്നെ എന്താ ചെയ്യാൻ പറ്റും, ആൻഡ് ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റുന്നുള്ളൂ. ഇവിടെ പുതുതായിട്ട് ഇലക്ട്രിക് കറണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായിട്ടില്ല. എന്താണ്, നമ്മൾ കൊടുത്ത ഈ മാഗ്നറ്റ് ഉള്ളിലേക്ക് കടത്താനും പുറത്തേക്ക് ഇറക്കാനും നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ വർക്ക് ഉണ്ടല്ലോ, ആ മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ ആ മെക്കാനിക്കൽ എനർജിയാണ് എന്താക്കി മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലെൻസസ് ലോ കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ലെൻസസ് ലോയുടെ ഡെഫിനിഷനിൽ നിന്ന് നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് കറണ്ട് എപ്പോഴും അതിൻ്റെ കാരണം, അത് കോസിന് എന്താണോ കാരണമായിരിക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്ട്രാ വർക്ക് വേണം നമുക്ക് ഈ ഒപ്പോസിങ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് എക്സ്ട്രാ വർക്ക് ഈസ് ഡൺ ബൈ മെക്കാനിക്കൽ സോഴ്സ്. ഈ മെക്കാനിക്കൽ സോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മാഗ്നറ്റ് ഉള്ളിലേക്കും പുറത്തേക്കും കടത്താനായിട്ട് നമ്മൾ ഇവിടെ ഒരു മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ സോഴ്സ് ആണ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇതാണ് ലെൻസസ് ലോ കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഈ ടോപ്പിക്കുകൾ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ടോപ്പിക്ക് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എല്ലാ എക്സാമിനും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഫാരഡേസ് ലോ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിക്കും. ഫാരഡേസ് ലോ എഴുതാൻ പറയും അല്ലെങ്കിൽ ലെൻസസ് ലോ എഴുതാൻ പറയും. അതിൻ്റെ എക്സ്പ്രഷൻസ് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ലെൻസസ് ലോ കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാൻ പറഞ്ഞ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.